അടുത്തിടെയായി വിവാദങ്ങളിൽ പെട്ടുഴലുകയാണ് മലയാളത്തിന്റെ സ്വന്തം താരരാജാവ് മോഹൻലാൽ. ലാലേട്ടൻ പോലും അറിയാതെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് നിരന്തരം വലിച്ചിഴക്കപ്പെടുന്നു. മോഹൻലാൽ ബിജെപിയിൽ ചേരുമെന്നും തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്നും വാർത്തകൾ പരന്നിരുന്നു. ഇതോടെ ബിജെപി അനുഭാവിയാണോ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ തുറന്നു പറച്ചിലുമായി മോഹൻലാൽ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു അഭിമുഖത്തിലാണ് ഇതേക്കുറിച്ച് മോഹൻലാൽ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഷ്ട്രീയത്തിലെ ആരുടെ കൂടെ സമയം ചെലവഴിച്ചാലും പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യമാണിത്. അതോടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി മാറും. പ്രധാനമന്ത്രിയെ കണ്ടുവന്നതോടെ ഞാൻ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുവരെ ആരൊക്കെയോ പറഞ്ഞു പ്രചരിപ്പിച്ചു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല. ഒരു തരത്തിലും താല്പര്യമില്ലാത്ത കാര്യമാണിത്. എനിക്കിപ്പോഴുള്ളതുപോലെ സ്വതന്ത്രമായി നടക്കാനാണ് ഇഷ്ടം. മലയാള സിനിമയിലെ ചുരുക്കം പേരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഒരു കാലത്ത് നസീർ സാർ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഗണേഷും മുകേഷും ഇന്നസെന്റും സുരേഷ് ഗോപിയുമെല്ലാം ഈ രംഗത്ത് സജീവമാണ്. പലരും എന്നോട് രാഷ്ട്രീയത്തിലേക്ക് വരാനും ഇലക്ഷന് നിൽക്കാനുമെല്ലാം പറഞ്ഞു. പക്ഷേ ഞാനില്ല. അറിയാത്ത മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുകയല്ലേ നല്ലത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം എന്നെ മോഹൻജി എന്നാണ് വിളിച്ചത്. ഞങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല. കൗതുകത്തോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നു. സിനിമയിൽ 41 വർഷമായെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ അത്ഭുതമായി. ഒരിക്കൽ പോലും രാഷ്ട്രീയം കടന്നു വന്നില്ല. ആ സമയത്ത് ഒരു കുട്ടിയുടെ കൗതുകത്തോടെ അദ്ദേഹം കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നുവെന്ന് എനിക്ക് തോന്നി. രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കൊരറിവുമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനും ഒന്നുമില്ലായിരുന്നു. ഞാനും ഒരു കുട്ടിയെപ്പോലെയാണ് അദ്ദേഹത്തോട് പെരുമാറിയതെന്നും മോഹൻലാൽ പറയുന്നു. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ സംസ്ഥാനത്തും സീറ്റുള്ള പാർട്ടിയായി ബിജെപിയെ മാറ്റാനാണ് അമിത്ഷായുടെ പദ്ധതി. കേരളത്തിൽ മാത്രമാണ് ഇതിനുള്ള സാധ്യത തീരെ കുറവ്. അതുകൊണ്ട് കൂടിയാണ് മോഹൻലാലിനെ പോലെ കേരളത്തിലെ ജനകീയ മുഖത്തെ സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മോഹൻലാലിനോട് ആവശ്യപ്പെടുന്നുവെന്നാണ് സൂചന. സംസ്ഥാന RSSന്റെ നിർദ്ദേശപ്രകാരമാണ് മോഹൻലാലിനോട് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും. ലാലിന്റെ അടുത്ത സുഹൃത്തുക്കളായ പ്രിയദർശനും സുരേഷ് കുമാറും ബിജെപിയുമായി ചേർന്നാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. RSS ചാനലായ ജനം ടിവിയുടെ ചെയർമാനും പ്രിയദർശനാണ്. മേജർ രവിയും സംഘപരിവാറിനൊപ്പം ചേർന്നാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ലാലും ബിജെപിയിലേക്ക് എത്തുമെന്ന വിലയിരുത്തൽ സജീവമായിരുന്നു. കേരളത്തിലെ പ്രമുഖർ ബിജെപിയുമായി അടുക്കുന്നുവെന്ന സന്ദേശം പുറം ലോകത്തിന് നൽകാൻ മോഹൻലാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നായിരുന്നു ബിജെപിയുടെ വിലയിരുത്തൽ. എന്നാൽ താൻ ബിജെപിയിൽ എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നില്ലെന്നാണ് മോഹൻലാൽ പറയുന്നത്. വിവാദ സൂചനകൾക്കും അഭ്യൂഹങ്ങൾക്കും ഇതോടെ മോഹൻലാൽ വിരാമമിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.